1905 കാലഘട്ടത്തിൽ 1902 3 4 5 വർഷങ്ങളിലായി ഈ രാജ്യത്ത് മഹത്തായിട്ടുള്ളൊരു പ്രക്ഷോഭം നടന്നിരുന്നു. ആ പ്രക്ഷോഭം ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൽ ഈ രാജ്യത്ത് ഉയർന്നു വന്നിരുന്ന ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. ആ മുദ്രാവാക്യമാണ് വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രചനയിലൂടെ പുറത്തു വന്ന വന്ദേ മാതരം എന്ന മുദ്രാവാക്യം രവീന്ദ്രനാഥ ടാഗോറിന്റെയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ധീരരായിട്ടുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വായിലൂടെ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളായി ഈ രാജ്യത്ത് സമ്പൂർണമായിട്ടും രാജ്യത്തിന്റെ ദേശാഭിമാനികളെ പുളകച്ചാർത്തണിയിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മാറി. ആ വന്ദേ മാതരം ഗാനം പാടിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ മുതലാളിമാരായിരുന്ന ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ബംഗാൾ വിഭജനത്തിനെതിരായി ഈ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ കുടിലുകളിലൊക്കെ ഉയർന്ന മുദ്രാവാക്യം വന്ദേ മാതരം എന്ന മുദ്രാവാക്യമാണ്. എന്റെ മാതൃഭൂമിയെ ഞാൻ വന്ദിക്കുന്നു എന്നതായിരുന്നു ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം, ആ പാട്ടുകൾ, ആ ഈരടികൾ ഈ രാജ്യത്തിലെ ദേശാഭിമാനികളുടെ ഹൃദയ താളങ്ങളിൽ ഒരു വിദ്യുത് പ്രവാഹം പോലെ ഇങ്ങനെ അലയടിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിലെ ദേശാഭിമാനികൾ രംഗത്ത് വന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള അവസാനത്തെ പോരാട്ടത്തിന് തയ്യാറാകാൻ ഈ നാട്ടിലെ ദേശാഭിമാനികളെ പ്രേരിപ്പിച്ച മഹത്തായിട്ടുള്ള വാക്കുകളാണ് വന്ദേ മാതരം എന്ന വാക്ക്. ആ വന്ദേ മാതരത്തിന്റെ അലിയൊലികൾ 1905 ബംഗാൾ വിഭജനത്തെ ബ്രിട്ടീഷുകാരനെ മുട്ടുമടക്കിപ്പിക്കാൻ ആ വന്ദേ മാതരത്തിന് സാധിച്ചു. അതിനുശേഷം നീണ്ടുനിന്ന 1947 വരെ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഈ രാജ്യത്തിലെ വന്ദേ മാതരം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനതയുടെ പ്രചോദന മുദ്രാവാക്യമായിട്ട് മാറി. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രയാകുമ്പോൾ ആ വന്ദേ മാതരത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ ഗീതമായിട്ട് ഈ രാജ്യം അംഗീകരിച്ചു. ജനഗണമനയെ ദേശീയ ഗാനമായിട്ടും വന്ദേ മാതരത്തെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രഗീതവുമായിട്ട് അംഗീകരിച്ചു. കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് ഏതെങ്കിലും ഒരു ഗീതം പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്തിനു വേണ്ടി സ്വജീവിതം സമർപ്പിക്കാൻ ഇവിടുത്തെ ദേശാഭിമാനികളെ പ്രേരിപ്പിക്കുന്നതായിട്ടൊരു ഗീതമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു മന്ത്രമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആ മന്ത്രം വന്ദേ മാതരമാണ് എന്ന് ഈ രാജ്യത്തിലെ ദേശാഭിമാനികൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ വന്ദേ മാതരം ഈ രാജ്യത്തിന്റെ രാഷ്ട്രഗീതമായിട്ട് അംഗീകരിച്ചു. ആ രാഷ്ട്രഗീതം എന്റെയും നിങ്ങളുടെയും അഭിമാന ഗീതമാണ്. ഈ രാഷ്ട്രത്തിന്റെ മഹത്തായിട്ടുള്ള പാരമ്പര്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗീതമാണ്. ആ ശ്രേഷ്ഠമായ ആ ഗീതം ഇന്ന് ഈ കേരളത്തിൽ ചിലർക്ക് ഹറാമാണ്. ഈ കേരളത്തിൽ ചിലർക്ക് അലർജിയാണ്. കേരളത്തിൽ ചിലർക്ക് ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഗീതം ഇന്ന് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല വന്ദേ മാതരം അലർജിയും ഹറാമുമായിട്ട് മാറിയിരിക്കുന്നവർ. കേരളം കഴിഞ്ഞാൽ വന്ദേ മാതരം ഹറാമും അലർജിയുമായിട്ട് മാറിയിരിക്കുന്നവർ പാകിസ്ഥാനികളാണ്. കേരളം കഴിഞ്ഞാൽ വന്ദേ മാതരത്തെ നിഷേധിക്കുകയും നിഹനിക്കുകയും നശിപ്പിക്കുകയും അതിനെതിരായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർ പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഈ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന അതിർത്തിയിലെ ശത്രുക്കളുടെ മനോഭാവമുള്ള ആൾക്കാർ സ്വതന്ത്ര ഭാരതത്തിൽ, ഐക്യ ഭാരതത്തിൽ, കേരളത്തിലും ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് വന്ദേ മാതരത്തെ സംബന്ധിച്ച് ഇന്ന് ഉയർന്നിരിക്കുന്ന, കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ വന്ദേ മാതര ഗാനം ആദ്യാവസാനം പാടി. ആദ്യാവസാനം വന്ദേ മാതര ഗാനം പാടുമ്പോൾ ഇവിടത്തെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ അവിടെ ഇരുന്ന ബഹുമാന്യരായിട്ടുള്ള എല്ലാവരും എണീറ്റ് നിന്ന് ആ വന്ദേ മാതരത്തിനോട് ആദരവ് കാണിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നു. പക്ഷേ ആ വന്ദേ മാതരം പാടിക്കഴിഞ്ഞപ്പോൾ ആ വന്ദേ മാതരത്തിനെ നികൃഷ്ടമായിട്ട് കാണുന്ന ഈ രാജ്യത്തിനെതിരായിട്ട് എക്കാലത്തും നിന്നിട്ടുള്ള ചില ഛിദ്രശക്തികൾ
വന്ദേ മാതരത്തെ പാടിയതിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം, വന്ദേ മാതരം ഏതോ ഒരു മതത്തിനെതിരാണ് എന്നുള്ളൊരു രാഷ്ട്രീയം, വന്ദേ മാതരം എന്ന് പറയുന്നത് മതേതരത്വത്തിനെതിരാണെന്നുള്ളൊരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അംബേദ്കർക്കില്ലാത്ത മതേതരത്വം, മഹാത്മാഗാന്ധിക്കില്ലാത്ത മതേതരത്വം, അരവിന്ദ ഘോഷിനില്ലാത്ത മതേതരത്വം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ സ്വന്തം അഭിമാനത്തിന്റെ ഭാഗമായിട്ട് കണ്ട് ആദരവോട് വന്ദേ മാതര ഗാനം പാടുമ്പോൾ എണീറ്റ് നിന്ന് അതിനോട് ആദരവ് കാണിച്ച് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ആ വലിയ സംസ്കാരത്തെ പുകഴ്ത്തുന്ന ആ മനോഹരമായിട്ടുള്ള ഗീതം, ആ ഗീതം ഇന്ന് കേരളത്തിൽ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കണം. വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഈ വരുന്ന 15-ാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ദേശീയ പതാക ഉയർത്തി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്ദേ മാതരം പാടില്ല എന്ന സർക്കുലർ ഇറക്കുവാനുള്ള തന്റെ ഇടവും ധൈര്യവും ഈ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഭരണകൂടത്തിനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഭരണകൂടം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഭരണകൂടമാണ് എന്ന് നാളെയുടെ ദിനങ്ങളിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം പ്രഖ്യാപിക്കുന്ന ദിനമാണ് വി ഡി സതീശ വരാൻ പോകുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇതെന്താ ബംഗ്ലാദേശാണോ? ഇത് കേരളമല്ലേ? ഇത് പാകിസ്ഥാനാണോ? ഇത് കേരളമല്ലേ? പാകിസ്ഥാൻകാർ വന്ദേ മാതരത്തിനെതിരായിട്ട് പ്രവർത്തിക്കും, പ്രതികരിക്കും, സ്വാഭാവികമാണ്. കാരണം ഈ രാജ്യത്തെ വെട്ടിമുറിച്ചാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ രൂപീകരിച്ചു. ആ പാകിസ്ഥാൻ ഇന്നും ഈ രാജ്യത്തിനെതിരായി 3 പ്രാവശ്യം നേരിട്ട് യുദ്ധം നടത്തി. ദൈനംദിനം ഈ രാജ്യത്തിനെതിരെ നേരിട്ടല്ലാത്ത യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ വന്ദേ മാതരത്തെ എതിർത്താൽ നമുക്ക് മനസ്സിലാകും ഈ രാജ്യത്തിനെതിരെ കലാപം അഴിച്ചുവിടാനും അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റിവിട്ട് ഈ രാജ്യത്ത് അന്തഛിദ്രമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശ് വന്ദേ മാതരത്തെ എതിർത്താൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ കേരളത്തിൽ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും വന്ദേ മാതരത്തെ എതിർത്താൽ ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. എന്തു ലക്ഷ്യം വെച്ചാണ് ഈ രാജ്യത്തിന്റെ പരിപാവനമായിട്ടുള്ള രാഷ്ട്രഗീതത്തെ നിങ്ങൾ എതിർക്കുന്നത്? ആ രാഷ്ട്രഗീതത്തെ ഈ രാജ്യത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പാടണമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം അക്ഷരം പ്രതി അനുശാസിക്കാൻ, ആ നിയമം അക്ഷരം പ്രതി നടപ്പാക്കാൻ ഇവിടത്തെ വി ഡി സതീശനും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും ബാധ്യസ്ഥരാണ്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഓഗസ്റ്റ് 15-ന് ഈ കേരളത്തിൽ എവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തുന്നു അവിടെയൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വന്ദേ മാതരം ആദ്യാവസാനം പാടിയിട്ടില്ല എങ്കിൽ വി ഡി സതീശൻ സർക്കാർ വിവരമറിയുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി ഇവിടുത്തെ സതീശൻ സർക്കാരിന്, മുസ്ലിം ലീഗിന്റെ സർക്കാരിന് അന്ത്യശാസനം നൽകുക. ഇതൊന്നും ഇനി അനുവദിക്കപ്പെടാൻ പോകുന്നില്ല. ഈ രാജ്യം എന്റെയോ നിങ്ങളുടെയോ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു തന്ന രാജ്യമല്ല. ഈ രാജ്യം എന്റെയോ നിങ്ങളുടെയോ കുടുംബ സ്വത്തല്ല. ഈ രാജ്യത്തെ കുടുംബ സ്വത്തായിട്ട് വച്ചിരുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. ആ സംസ്കാരത്തിന് അന്ത്യകൂദാശ ചെയ്തിട്ടാണ് ജനാധിപത്യത്തിന്റെ മഹത്തായിട്ടുള്ള വിജയം ഉദ്ഘോഷിച്ചുകൊണ്ട് 2014 നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദി ഈ രാജ്യത്ത് ആദ്യം പ്രഖ്യാപിച്ചത് എല്ലാവിധ ഫാസിസത്തിനുമെതിരായിട്ടാണ് ഈ ജനാധിപത്യത്തിന്റെ വിജയമെന്നാണ്. എല്ലാവിധ ഫ്യൂഡൽ സംസ്കാരങ്ങൾക്കും എതിരായിട്ടുള്ള വിജയമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. കാരണം ഈ രാജ്യം സ്വതന്ത്രയായതിനു ശേഷം ഈ രാജ്യം ഭരിച്ചതൊരു കുടുംബമായിരുന്നു. നെഹ്റു 10-14 വർഷക്കാലം ഭരിച്ചു. അതിനുശേഷം മകൾ കുറച്ചുനാൾ ഭരിച്ചു. അതിനുശേഷം മകളുടെ മകൻ കുറച്ചുനാൾ ഭരിച്ചു.
അതിനുശേഷം ആ പശ്ചാത്തലത്തിൽ മറ്റുള്ളവർ ഭരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഭരിച്ച് ഒരു കുടുംബ പാരമ്പര്യത്തിലൂടെ ഭരിച്ച് ഈ രാജ്യത്തിലെ സാധാരണക്കാരന് അപ്രാപ്യമായ ഒരു ജനാധിപത്യമായിട്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ 65 വർഷക്കാലം ഇന്ത്യയുടെ ജനാധിപത്യം നിലനിന്നിരുന്നത്. ആ ജനാധിപത്യത്തിന്റെ കുടുംബ വാഴ്ചയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഭാരതമാതാവിന് ജയ് വിളിക്കുന്ന വന്ദേ മാതര ഗാനം ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കാൻ ഒരു മടിയുമില്ലാതെ അന്തസ്സായിട്ട് ഈ രാജ്യമാണ് ആദ്യം, പിന്നെയാണ് സകലതുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രമാണ് ആദ്യം, പിന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പിന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. ആ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ രൂപവും ഭാവവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ രൂപവും ഭാവവും മാറിയ പുതിയ ഇന്ത്യയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തെക്കുറിച്ചാണ്. ഞാൻ തുടങ്ങിയത് കേരളത്തെക്കുറിച്ചാണ് എന്ന് ഈ കേരളം ചിന്തിക്കണമെന്ന് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. ഇവിടെ മറ്റൊരു വിഷയമുണ്ട്. ആ വിഷയവും കൂടെ പറഞ്ഞിട്ട് മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ കേരളത്തിൽ വന്ദേ മാതരം മാത്രമല്ല, ചിലർക്ക് അലർജിയും ഹറാമും ചൊറിച്ചിലുണ്ടാക്കുന്നതുമായിട്ട് മാറിയിരിക്കുന്നത്. വീര സവർക്കർ എന്ന് പറയുന്ന മഹാമനുഷ്യൻ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഷ്ഠിച്ച് അതിക്രൂരമായിട്ടുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അണുവിട വ്യതിചലിക്കാതെ സംശുദ്ധിയുടെയും കരുത്തിന്റെയും ദേശാഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു വീര സവർക്കർ. ആ വീര സവർക്കറെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു അധ്യാപകൻ ഒരു ചോദ്യം കുട്ടികളോടായിട്ട് ചോദിച്ചു. ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തിയുടെ പേരേത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമായിട്ട് വീര സവർക്കർ എന്ന് എഴുതുക എന്നതായിരുന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, ആ അധ്യാപകൻ സസ്പെൻഷൻ നേരിടുകയാണ്. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ? വീര സവർക്കർ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചരിത്രത്തിന്റെ സത്യം കുട്ടികളോട് ചോദിച്ചതിന്റെ പേരിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരു അധ്യാപകനുള്ള സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ബംഗ്ലാദേശ് അല്ല, പാകിസ്ഥാനല്ല, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ മുസ്ലിം ലീഗിന് അധികാര സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ സവർക്കറെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, സവർക്കറെ കുറിച്ച് പ്രസംഗിക്കാൻ പാടില്ല, സവർക്കറെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ പാടില്ല, സവർക്കറെ കുറിച്ച് ഒരാൾ ആലോചിക്കാൻ പോലും പാടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് ഭരിക്കുന്നു എന്നതിന്റെ പേരിൽ വന്ദേ മാതരം കേരളത്തിൽ പാടാൻ പാടില്ല, പാടിയാലും പൂർണ്ണമായി പാടാൻ പാടില്ല എന്ന തിട്ടൂരം കേരളത്തിൽ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്നു എന്നതിന്റെ പേരിൽ പൊതുസ്ഥലങ്ങളിൽ സായം സന്ധ്യയിൽ ഈ ദിവ്യമാർന്ന നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന അന്ത്യശാസനങ്ങൾ കേരളത്തിൽ നിന്ന് മുഖരിതമാവുകയാണ്. ഈ കേരളത്തിന്റെ പാരമ്പര്യത്തെയും രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും മുഴുവൻ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പ്രദേശമായിട്ടെന്ന് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വീര സവർക്കർ എന്നത് ഇവർക്കെല്ലാവർക്കും കേരളത്തിന് മാത്രം രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ ഒരു ദ്വീപായി കേരളത്തിൽ നിൽക്കാൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല. കേരളത്തെക്കാൾ അപകടകരമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവണതകൾ നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീർ സ്വാതന്ത്ര്യദിന കാലഘട്ടം മുതൽ ജമ്മു കാശ്മീരിൽ ഭീകരവാദികളും വിഘടനവാദികളും മുസ്ലിം ലീഗിന്റെ വകഭേദങ്ങളായിട്ടുള്ള രാജ്യദ്രോഹികളുമൊക്കെ അഴിഞ്ഞാടി. രാജ്യത്ത് അഹിംസയുടെ പേരിൽ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയ രാജ്യത്ത് ഹിംസ നടക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ഭീകരവാദികൾ ഈ രാജ്യത്തിലെ ഓരോ ദേശാഭിമാനിയെയും കൊന്നു കൊലവിളിക്കുന്ന
ദയനീയ ചിത്രമായിരുന്നു കാശ്മീരിൽ കഴിഞ്ഞ 10-65 വർഷക്കാലം നമ്മൾ കണ്ടത്. കാശ്മീരിലൂടെ പോകുന്ന പട്ടാളത്തിന്റെ മിലിറ്ററിയുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നു. വാഹനങ്ങളിൽ നിന്ന് നമ്മുടെ ധീര ജവാന്മാരെ പിടിച്ചിറക്കി വഴിയിലൂടെ വലിച്ചിഴക്കുന്നു. ആ ധീര ജവാന്മാരുടെ പുറത്തേക്ക് കൊച്ചു കുട്ടികളെ, സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ പുറത്തിറക്കി നിർത്തിയിട്ട് കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലിപ്പിക്കുന്നു. നമ്മൾ കണ്ടു. ആ കാശ്മീരിലെ പാവപ്പെട്ട ജനത, ആ പാവപ്പെട്ട പണ്ഡിറ്റുകളായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിലെ പണ്ഡിറ്റുകളെ, അവിടുത്തെ സഹോദരിമാരെ, അമ്മമാരെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന, പച്ചയ്ക്ക് തീയിട്ട് കൊല്ലുന്ന ആ ദയനീയ ചിത്രങ്ങൾ നമുക്ക് മറക്കാവതല്ല. സിറിയയിലൊക്കെ ഇവിടത്തെ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദി ഇന്നിവിടത്തെ വി.ഡി. സതീശനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിയിരിക്കുന്ന ഇവിടത്തെ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുണ്ട്. ആ ഭീകര സംഘടന സിറിയയിലൊക്കെ ചെയ്തത് നമ്മൾ ഇവിടത്തെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ കണ്ട് അറച്ച് പേടിച്ച് ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ കണ്ടില്ലേ, ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ, ഹിന്ദുക്കളായിട്ടുള്ളവരെ, സ്ത്രീകളെ മുടിയിൽ ചുരുട്ടിപ്പിടിച്ച് വാളുകൊണ്ട് അവരുടെ ഗളച്ഛേദം നടത്തി പതുക്കെ പതുക്കെ അറുത്ത് രക്തം തെറിപ്പിച്ച്, ഇതാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിക്കുന്ന കൊടും ഭീകരത ഞാനും നിങ്ങളും പലവട്ടം കണ്ടതാ. അങ്ങനെയുള്ള ജമായത്ത് ഇസ്ലാമിയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് ബഹുമാന്യനായിട്ടുള്ള വി.ഡി. സതീശൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടിയാണ് മുസ്ലിം ലീഗ് ഇവിടെ സർവ്വതും ഇസ്ലാമിക സ്റ്റേറ്റിന് സമാനമാകണമെന്നുള്ള വാദമുന്നയിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാദമുന്നയിച്ച് മുന്നോട്ട് വന്നിരുന്ന കാശ്മീരിൽ ഇന്ന് സമാധാനമുണ്ടാക്കാൻ സാധിച്ചു. ആ സമാധാനമുണ്ടാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. 1953 കാശ്മീരിലെ 370 വകുപ്പെടുത്ത് ദൂരേക്ക് കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കാശ്മീരിന് നൽകിയിരിക്കുന്ന പെർമിറ്റ് സംവിധാനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഒരു രാജ്യമാണെങ്കിൽ ഒരു പതാക, ഒരു പാർലമെന്റ്, ഒരു ഭരണഘടന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അവിടെ നിന്ന് രാജിവെച്ച് രാജിക്കത്ത് നെഹ്റുവിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭാരതീയ ജനസംഘം. ആ ഭാരതീയ ജനസംഘത്തിന്റെ ഭാഗമാണ് ഭാരതീയ ജനതാ പാർട്ടി. അന്ന് ഭാരതീയ ജനസംഘത്തിന്റെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആ കാശ്മീരിലെ ലാൽ ചൌക്കിലേക്ക് മാർച്ച് ചെയ്തു, ഉദംപൂരിലേക്ക് മാർച്ച് ചെയ്തു. എന്നിട്ട് അവിടുത്തെ ഷേഖ് അബ്ദുള്ള എന്ന് പറയുന്ന കാശ്മീരിലെ ഇവിടത്തെ ജവഹർലാൽ നെഹ്റുവിന്റെ ഉറ്റ തോഴനായിരുന്ന ഷേഖ് അബ്ദുള്ളയോട് പറഞ്ഞു, കാശ്മീരിന് 370 വകുപ്പ് അനുവദിക്കാൻ പാടില്ല, കാശ്മീരിൽ പ്രത്യേക പാർലമെന്റ് അനുവദിക്കാൻ പാടില്ല, കാശ്മീരിന് പ്രത്യേക ഭരണഘടന അനുവദിക്കാൻ പാടില്ല, കാശ്മീരിന് പ്രത്യേക പതാക അനുവദിക്കാൻ പാടില്ല, കാശ്മീരിലുള്ളത് ഇന്ത്യയുടെ ഈ അശോക ചക്രാലങ്കൃതമാർന്ന ത്രിവർണ്ണ പതാക തന്നെയായിരിക്കണം, കാശ്മീരിലുള്ളത് ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന തന്നെയായിരിക്കണം, കാശ്മീരിലുള്ളത് ഡൽഹിയിൽ നിലനിൽക്കുന്ന പാർലമെന്റ് തന്നെയായിരിക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തപ്പോൾ ആ ശ്യാമപ്രസാദ് മുഖർജിയെ തടങ്കലിലിട്ട് അതിഗുരുതര അതിദയനീയമായിട്ട് കൊലപ്പെടുത്തിയ ഭീകരത, രാഷ്ട്രീയ ഭീകരത ഈ ഇന്ത്യയുടെ ചരിത്രമുള്ളിടത്തോളം ഒരിക്കലും മറക്കാവതല്ല. അന്ന് 1953 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഏതൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണോ കാശ്മീരിലെ ജയിലുകൾക്കുള്ളിൽ മരണപ്പെട്ടത്, ആ മുദ്രാവാക്യം ഈ രാജ്യത്ത് സാക്ഷാത്കരിക്കാൻ 2019 സെപ്റ്റംബർ 5-ാം തീയതി ഇന്നത്തെ അഭിനവ കരുത്തനായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാവ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി 2019 സെപ്റ്റംബർ 5-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നു. ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്ന നിയമത്തിൽ അദ്ദേഹം അനുസ്മരിച്ചത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ വീരബലിദാനത്തെയാ. ഏത് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണോ 1953 ശ്യാമപ്രസാദ് മുഖർജി മരിച്ചത്,
ആ മുദ്രാവാക്യം 370 വകുപ്പ് അറബിക്കടലിൽ എന്നുള്ള ബില്ലാണ് നമ്മുടെ അമിത്ഷാജി സെപ്റ്റംബർ 5-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇന്ന് കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. ഇന്ന് കാശ്മീരിൽ ഭീകരവാദികൾ അഴിഞ്ഞാടുന്നില്ല. ഇന്ന് കാശ്മീരിൽ നെയ്യാറ്റിൻകരയിൽ നിന്നുൾപ്പെടെയുള്ള ആൾക്കാർ കാശ്മീരിന്റെ മണ്ണിലേക്ക് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു, അവിടെ ആസ്വദിക്കുന്നു. യാതൊരു പ്രശ്നവും കാശ്മീരിലില്ല. അങ്ങനെയുള്ള ഒരു കാശ്മീർ നിങ്ങൾക്ക് 2019 മുമ്പ് കാണാൻ സാധിക്കുമായിരുന്നോ? 2019 ഈ നിയമം ഉണ്ടാകുന്നതിന് മുമ്പ് കാശ്മീർ അരക്ഷിതമായിരുന്നു, അക്രമമായിരുന്നു, അരാജകത്വമായിരുന്നു, വെടിയുണ്ടയായിരുന്നു, ബോംബായിരുന്നു, ജലാറ്റിൻ സ്റ്റിക്കായിരുന്നു കാശ്മീരിന്റെ പ്രതീകം. ഇന്ന് കാശ്മീരിന്റെ പ്രതീകം കാശ്മീരിലെ കാശ്മീരി താഴ്വാരങ്ങളിലെ മനോഹരിതയാണ് ഇന്ന് കാശ്മീരിന്റെ പ്രതീകം. ഭൂമിയിലെ സ്വർഗം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വർഗം കാശ്മീരാണ് എന്ന് പറയുന്ന പഴയ പ്രഭാവത്തിലേക്ക് കാശ്മീർ തിരിച്ചെത്തിയിരിക്കുന്നു. ആ കാശ്മീരിൽ പോയിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡാൻസ് ചെയ്യുന്ന ചിത്രം നിങ്ങൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് കണ്ടില്ലേ? കാശ്മീരിൽ ലാൽ ചൌക്കിൽ ചെന്ന് പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഡാൻസ് ചെയ്യുകയാണ്. 56-ാമത്തെ വയസ്സിൽ രാഹുൽ ഗാന്ധിയും 54-ാമത്തെ വയസ്സിൽ പ്രിയങ്ക ഗാന്ധിയും ഏകദേശം 5 വയസ്സും 6 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെ പോലെ ഡാൻസ് ചെയ്യുകയാണ്. അവർക്ക് കാശ്മീരിന്റെ പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിയുടെയും നെഹ്റു കുടുംബത്തിന് കാശ്മീരിൽ ഒന്ന് ചെന്ന് ഡാൻസ് ചെയ്യാൻ അവരുടെ അപ്പൂപ്പൻ മുതുമുത്തപ്പൻ ഇന്ത്യ ഭരിച്ചപ്പോൾ സാധിച്ചില്ല. അവരുടെ അമ്മൂമ്മ ഇന്ത്യ ഭരിച്ചപ്പോൾ സാധിച്ചില്ല. കാശ്മീരിൽ ചെന്ന് മഞ്ഞുവാരിയിട്ട് ആഹ്ലാദിച്ച് നൃത്തം ചവിട്ടാൻ സാധിച്ചില്ല. അവരുടെ അച്ഛൻ ഇന്ത്യ ഭരിച്ചപ്പോൾ സാധിച്ചില്ല. കാശ്മീരിൽ പോയിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ആഹ്ലാദ നൃത്തമാടാൻ സാധിച്ചില്ല. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കാശ്മീരിന്റെ മണ്ണിൽ ചെന്ന് സന്തോഷത്തോടെ സുരക്ഷിതമായിട്ട് നൃത്തം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ് എന്നുള്ളത് ഇവിടുത്തെ കോൺഗ്രസുകാരെങ്കിലും ഏറ്റവും മിനിമം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാശ്മീർ നമ്മളുടേതായി കഴിഞ്ഞിരിക്കുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ നമ്മളുടേതായി കഴിഞ്ഞിരിക്കുന്നു. മുമ്പ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നത് ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന. വടക്കു കിഴക്കൻ മിസോറാം, മേഘാലയ, നാഗാലാൻഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ വിചാരിച്ചിരുന്നത് അവർ ഇന്ത്യക്കാരല്ല എന്നാണ്. അങ്ങനെയുള്ള വിഘടനവാദികളും വിധ്വംസകവാദികളും അഴിഞ്ഞാടിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ന് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന് മാത്രമല്ല, ആ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതാണ് അതിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ആ രീതിയിലേക്ക് ഇന്ത്യ ഇന്ന് ശാന്തിയുടെ മഹാരാജ്യമാണ്. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വികസനത്തിന്റെയും മുന്നേറ്റങ്ങളുടെ വിജയഗാഥ രചിക്കുന്ന, വിജയഗാഥ പാടുന്ന, വെന്നിക്കൊടി ഉയർത്തുന്ന നാടായിട്ട് നമ്മുടെ ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ തീവ്രവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമല്ല, വിഘടനവാദികളും ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന വിഘടനവാദികൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടി പിടിക്കുന്ന ഭീകരത ഈ രാജ്യത്ത് അഴിഞ്ഞാടി. ജാർഖണ്ഡിലും ബീഹാറിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും, എന്തിനേറെ വയനാട്ടിലും ഇടുക്കിയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോറിഡോർ ഉണ്ടായിരുന്നു, നക്സൽ കോറിഡോർ. ആ നക്സൽ കോറിഡോറിൽ നിന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ അഴിഞ്ഞാടിയ പ്രദേശങ്ങളിൽ നിന്ന് ആ ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതത്തിന് ഇന്ന് സാധിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പത്രത്തിൽ കാണുന്നുണ്ടോ മാവോയിസ്റ്റുകൾ ബോംബിട്ട് ഒരു ബസ് മുഴുവൻ തീ കത്തിപ്പോയി എന്ന്? ഈ അടുത്ത കാലത്തോ ഈ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? മാവോയിസ്റ്റുകൾ വെടിവെച്ചു, ഇന്നവരെ കൊന്നു എന്നുള്ള വാർത്ത കാണുന്നുണ്ടോ? മാവോയിസ്റ്റ് എന്ന് പറയുന്ന ആ ഭീകര പ്രസ്ഥാനത്തെയും ഈ രാജ്യത്ത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാടായി ഞാൻ ജീവിക്കുന്ന, നമ്മളുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചു വളരേണ്ട നമ്മുടെ നാടിനെ മാറ്റുവാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് സാധിച്ചു. അതൊക്കെ സാധിച്ചത് ഈ രാജ്യത്തിനോടുള്ള ഭക്തിയാണ്. ഈ രാജ്യമാണ് ഏറ്റവും വലുത് എന്നുള്ള
ആ ഒടുങ്ങാത്ത ആ തീരുമാനമാണ്. അങ്ങനെ ഈ രാജ്യത്തിനു വേണ്ടി സർവ്വതും സമർപ്പിച്ചുകൊണ്ട്, രാജ്യമാണ് പരമപ്രധാനമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന് നേരെയുള്ള ഓരോ ആക്രമണവും സ്വന്തം മാതാവിന് നേരെയുള്ള ആക്രമണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായപ്പോൾ, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരമെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരുണ്ടായപ്പോൾ, ഈ രാജ്യത്തിന് നേരെയുള്ള ഓരോ ഭീകരവാദിയും അതാത് മണ്ണിൽ വെച്ച് നശിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. ഇന്ന് ഈ രാജ്യത്തിലെ മുഴുവൻ 140 കോടി ജനതയും സമാധാനത്തോട് ജീവിക്കുന്ന ഒരു ഭൂമിയായി നമ്മുടെ ഭാരതത്തെ മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് ഇവിടുത്തെ വി ഡി സതീശനോടും ഇവിടുത്തെ മുസ്ലിം ലീഗിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ വന്ദേ മാതരത്തെ നിങ്ങൾ തടയരുത്. ഭാരത മാതാവിന് ജയ് വിളിക്കുന്നതിനെ നിങ്ങൾ ഹറാമായിട്ട് കാണരുത്. ഈ രാജ്യത്തിലെ സനാതന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ നമ്മുടെ യുവാക്കളെ പഠിപ്പിക്കലാണ് വേണ്ടത്. നമ്മുടെ യുവാക്കൾ ഇന്ന് വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുവാക്കൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കേവലം ഈ ആമ്പാറ്റകളുടെ പിന്നാലെ മാത്രമല്ല. കുറെ ഈ ആമ്പാറ്റകളൊക്കെ തന്നെ പൊങ്ങി മുളച്ച് തറയിൽ വീഴുന്നത് നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് കണ്ടു. ഈ ആമ്പാറ്റകളുടെ പുറകെ മാത്രമല്ല യുവാക്കൾ പോകുന്നത്, MDMA പുറകെ യുവാക്കൾ പോകുന്നു, മയക്കുമരുന്നിന് പുറകെ യുവാക്കൾ പോകുന്നു, കഞ്ചാവിന് നേരെ യുവാക്കൾ പോകുന്നു, അശ്ലീലമായ മാർഗങ്ങളിലൂടെ യുവാക്കൾ പോകുന്നു. തെരുവീതികളിൽ നമ്മൾ കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സമരത്തിൽ ബാരിക്കേഡിന്റെ മുകളിൽ ഇരുന്ന് നഗ്നതാ പ്രദർശനം നടത്തുന്ന സമരവീര്യകളെയും വീര്യന്മാരെയും നമ്മൾ കണ്ടു. തെരുവീതികൾ പോലീസിന്റെ ബാരിക്കേഡിന്റെ മുകളിൽ ഇരുന്ന് നഗ്നതാ പ്രദർശനം നടത്തുന്നു. എന്തിനു വേണ്ടി വന്നവരാ? നീറ്റ് പരീക്ഷയിൽ 20 യുവാക്കൾ 20 കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന കള്ളപ്രചരണം നടത്തി സമരത്തിന് വന്നവരാ. ആ സമരത്തിന് വന്ന 20 കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന പ്രചരണം നടത്തി സമരത്തിന് വന്നവർ ആ മുദ്രാവാക്യമല്ല അവിടെ ഉയർത്തിയത്. ഡൽഹിയിൽ ഉയർത്തിയത് ആ കുഞ്ഞുങ്ങളുടെ ജീവന് അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള മുദ്രാവാക്യമല്ല. ഡൽഹിയിൽ ഉയർത്തിയത് നീറ്റ് പരീക്ഷ സുരക്ഷിതമായിട്ട് നടത്തിപ്പിക്കണമെന്ന മുദ്രാവാക്യമല്ല. ഡൽഹിയിൽ ഉയർത്തിയത് നീറ്റ് പരീക്ഷയിലെ കുറ്റക്കാരെ ജയിലിലടക്കണമെന്നുള്ള മുദ്രാവാക്യമല്ല. ആ മുദ്രാവാക്യമൊന്നും ഇവിടെ വന്ന ഈ ആമ്പാറ്റകൾക്ക് അവതരിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം നീറ്റ് പരീക്ഷയുടെ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ ആ സമയത്ത് തന്നെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതികരിച്ചു. ആ ചോദ്യപേപ്പർ ചോർത്തിയവരെ ജയിലിൽ അടയ്ക്കുവാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായി. ആ ചോദ്യപേപ്പർ ചോർത്തിയതിനെ സംബന്ധിച്ച് CBI അന്വേഷണത്തിന് നരേന്ദ്രമോദി സർക്കാർ തയ്യാറായി. ആ കുഞ്ഞുങ്ങൾ 22 ലക്ഷത്തിൽ പരം വരുന്ന കുഞ്ഞുങ്ങൾ, നീറ്റ് പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ ഒരു വർഷമല്ല ഒരു മാസം പോലും നഷ്ടപ്പെടരുത് എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ആ കുഞ്ഞുങ്ങളുടെ പരീക്ഷ നടത്തിപ്പിക്കുന്നതിന് വേണ്ടി കരസേനയെ ഇറക്കി. ആ കുഞ്ഞുങ്ങളുടെ ചോദ്യപേപ്പർ കൊണ്ട് അടുത്ത ചോദ്യപേപ്പർ ഓരോ സെന്ററുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി എയർഫോഴ്സിന്റെ പ്ലെയിനുകൾ ഉപയോഗിച്ചു. ആ രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നീറ്റ് പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾക്ക് ചില ക്രിമിനലുകൾ ചേർന്ന് ചോദ്യപേപ്പർ ചോർത്തിയപ്പോൾ ആ ക്രിമിനലുകളെ ജയിലിൽ അടച്ചിട്ട് ഇന്ത്യയുടെ കരസേനയെയും എയർഫോഴ്സിനെയും രംഗത്തിറക്കി, വായുസേനയെയും രംഗത്തിറക്കി അവരുടെ പരീക്ഷ ഒരു മാസത്തിനുള്ളിൽ നടത്തുകയും ആ പരീക്ഷയുടെ ഫലം സമയബന്ധിതമായി പ്രഖ്യാപിക്കുകയും ആ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലാണ് നീറ്റ് പരീക്ഷ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നീറ്റ് പരീക്ഷയിലെ ചോദ്യചോർച്ചയുടെ പേരിൽ ഇക്കൂട്ടർ കേരളത്തിന്റെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഒരുമിച്ച് കൂടിയത്. എന്ത് നീതി, എന്ത് കാര്യമാണ് അതിന്റെ പിന്നിലുള്ളത്? എന്തുകൊണ്ട് ഇവർ നീറ്റ് പരീക്ഷ ചോർന്ന സമയത്ത് ഈ ആമ്പാറ്റകളെ നമ്മൾ കണ്ടില്ല? ആ ഈയാമ്പാറ്റകളുടെ ചിറകിൽ തൂങ്ങിപ്പോയ DYFI-കാരനെ എന്തുകൊണ്ട് നീറ്റ് പരീക്ഷ ചോർന്ന സമയത്ത് കണ്ടില്ല? ആ ഈയാമ്പാറ്റകളുടെ ചിറകിൽ കിടന്നുറങ്ങിയ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു നീറ്റ് പരീക്ഷ ചോരുന്ന സമയത്ത്? അയാൾ എവിടെയോ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, സ്വന്തം സഹോദരിക്കോ അമ്മയ്ക്കോ പോലും അറിയാത്ത ഏതോ ദുരൂഹ കേന്ദ്രത്തിൽ എന്തൊക്കെയോ പരിപാടിയുമായിട്ട് കിടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നീറ്റ് പരീക്ഷ ചോരുന്ന സമയത്ത്. ആ സമയത്ത് ഇക്കൂട്ടരെ ഒന്നും നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ടില്ല, ഡൽഹിയിൽ കണ്ടില്ല, സമരം കണ്ടില്ല, മുദ്രാവാക്യം കണ്ടില്ല, അക്രമം കണ്ടില്ല, ലാത്തിചാർജ് കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഇതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ വരികയാണ്
ഈയാമ്പാറ്റകൾ വരികയാണ്. കാനഡയിൽ നിന്ന്, സ്വിറ്റ്സർലൻഡിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒക്കെ വരികയാണ്. വന്നിട്ട് ഈ രാജ്യത്ത് ഒരു കലാപത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഈ രാജ്യത്ത് സദാചാര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാർ അതിലേക്ക് കടക്കുകയാണ്. നക്സലൈറ്റുകൾ അവിടേക്ക് എത്തുകയാണ്. ജമ്മു കാശ്മീർ തീവ്രവാദികൾ, നശിപ്പിക്കപ്പെട്ട ജമ്മു കാശ്മീർ തീവ്രവാദികൾ അവിടെ തലപൊക്കുകയാണ്. നശിപ്പിക്കപ്പെട്ട ഭീകരവാദികൾ, അർബൻ നക്സലൈറ്റുകൾ അവിടെ എത്തുകയാണ്. തുക്കട തുക്കട സംഘം ഈ രാജ്യത്ത് ആസാദി ആസാദി എന്ന് മുദ്രാവാക്യം നടത്തുന്ന ഭീകരവാദ വിഘടനവാദ ശക്തികൾ അവിടേക്ക് എത്തുകയാണ്. എത്തിയിട്ട് സമാനതകളില്ലാത്ത കലാപം അഴിച്ചുവിടുന്നു. കലാപം അഴിച്ചുവിട്ട് ഈ ഇന്ത്യയുടെ ഡൽഹിയെ മുഴുവൻ തന്നെ സ്തംഭിപ്പിക്കാനുള്ള ശ്രമമാണ്. നേപ്പാളിൽ അധികാരം പിടിച്ചെടുത്തതുപോലെ പിള്ളേരെ ഇറക്കി അതിന്റെ പിന്നിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാമെന്ന് വിഡ്ഢിക്കുഷ്മാണ്ഡമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എപ്പോഴോ തോന്നിയ ഒരു പൂതി. അയാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് പ്രകടനവുമായിട്ട് പോയി. അറസ്റ്റ് ചെയ്ത് വലിച്ചെടുത്ത് വണ്ടിക്കകത്തിട്ടു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ, ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ, ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ജനാധിപത്യത്തെയും പാരമ്പര്യത്തെയും അട്ടിമറിക്കാൻ ഒരു രാജ്യദ്രോഹികളെയും ഒരു വിഘടനവാദികളെയും ഒരു അക്രമകാരികളെയും അനുവദിക്കില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശം ഈ രാജ്യത്ത് ഉയർത്തേണ്ടി വന്നു. അത് ഉയർത്തും ഞങ്ങൾ. അങ്ങനെ ഉയർത്തിയാണ് ഈ രാജ്യത്ത് ജമ്മു കാശ്മീർ തീവ്രവാദികളെ നശിപ്പിച്ചത്. അങ്ങനെ ഉയർത്തിയാണ് ഞങ്ങൾ ഉൾഫ തീവ്രവാദികളെ നശിപ്പിച്ചത്. അങ്ങനെ ഉയർത്തിയാണ് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഞങ്ങൾ സംരക്ഷിച്ചത്. ഈ ഐക്യവും അഖണ്ഡതയും വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറില്ല. അതേ സമയത്ത് രാജ്യദ്രോഹികളെ ശക്തമായി നേരിട്ടപ്പോൾ വിദ്യാർത്ഥികളുമായി നമ്മൾ ചർച്ച നടത്തി. വിദ്യാർത്ഥികളുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ എത്രയോ വട്ടം ചർച്ച നടത്തി. പിള്ളേരിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ചർച്ച നടത്തി. ആ ചർച്ച ഇതിനോടൊപ്പം നടത്തി. ഇതുപോലെ തന്നെ മുമ്പ് കാർഷിക സമരം നടത്തി ഇതുപോലെയുള്ള കുറെ ആൾക്കാർ. ആ സമയത്ത് കർഷകരുമായി സമരം നടത്തി, ചർച്ച നടത്തി. കർഷക ബില്ല് തന്നെ പിൻവലിച്ചു. യാതൊരുവിധ ഈഗോയുമില്ല ഞങ്ങൾക്ക്. യാതൊരുവിധ ഞങ്ങൾ പിടിക്കുന്ന മുയലിന് 5 കൊമ്പ് എന്നൊന്നും നരേന്ദ്രമോദി സർക്കാർ പറയുന്നില്ല. കർഷകരെ, നിങ്ങൾക്ക് കർഷക ബില്ല് വേണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചോളാം. പിൻവലിച്ചു. ഇവിടെ നീറ്റ് പരീക്ഷ ക്രമക്കേടിന്റെ പേരിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യൻ, ഈ രാജ്യത്ത് 5 പൈസയുടെ അഴിമതി ഇതുവരെ നടത്തിയിട്ടില്ലാത്ത, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തിയ വ്യക്തിയാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ 72 മെഡിക്കൽ കോളേജ് ആയിരുന്നുവെങ്കിൽ, 312 മെഡിക്കൽ കോളേജ് ആയിരുന്നുവെങ്കിൽ, ഇന്ന് 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 1138 മെഡിക്കൽ കോളേജുകൾ. ആ രീതിയിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 3 ഇരട്ടിയായിരിക്കുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ 51,000 MBBS സീറ്റുകളാണ് ഈ രാജ്യത്ത് ആകമാനമുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് 1,41,000 MBBS സീറ്റുകളുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ കേവലം 32,000 MD സീറ്റുകളാണ്, ഡോക്ടർ കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ് ഡോക്ടറേറ്റ് MD സീറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 80,000 MD സീറ്റുകൾ ഈ രാജ്യത്തുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 300ഓളം സർവകലാശാലകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ 1,800-ൽ പരം വരുന്ന സർവകലാശാലകളുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 7 IIT-കളാണ് ഈ രാജ്യത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏകദേശം 70-ൽ പരം വരുന്ന IIT-കൾ ഈ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ 6 എയിംസുകളാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 22 എയിംസുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിൽ 3 ഇരട്ടിയിലപ്പുറം കരുത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നേടി. അതിന് നേതൃത്വം നൽകിയ ആളിന്റെ പേരാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു. നേരത്തെ ഇവിടത്തെ നമ്മുടെ അധ്യക്ഷ പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ, സ്വാഗത പ്രസംഗകനും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചിട്ട് പറഞ്ഞത്, ഞാൻ ധാർമ്മികമായി രാജിവെക്കുന്നു. എന്തെന്നാൽ ഇതിന്റെ പേരിൽ ഇവിടെ കലാപം അഴിച്ചുവിടരുത്, ഇതിന്റെ പേരിൽ രാജ്യദ്രോഹികൾ മുതലെടുക്കരുത്,
ഇതിന്റെ പേരിൽ ഇവിടത്തെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടരുത്. എന്റെ പേരിൽ അത് വേണ്ട, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് അന്തസ്സായിട്ട് പറഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ 1 വർഷത്തിലേറെ ആശാ വർക്കേഴ്സ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്തു. ഏതെങ്കിലും ഒരാള് ഈ രാജ്യത്തിന്റെ അവിടെ ചെന്ന് സമരം നടത്തി ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരാ കോൺഗ്രസുകാരാ? നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ആശാ വർക്കേഴ്സിനോട് ചെന്നിട്ട് എന്തിനു വേണ്ടി കിടക്കുന്നു എന്ന് ആ 1 വർഷമായിട്ട് നിങ്ങൾ ചോദിച്ചോ? ഈ കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും നിങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പാവപ്പെട്ട UPSC ടീച്ചർമാർ, റാങ്ക് ലിസ്റ്റിലുള്ള ടീച്ചർമാർ സമരം ചെയ്യുകയാണ്. ആ സമരത്തിന് പിന്തുണ നൽകാൻ ഇവിടെ യുവമോർച്ച മാത്രമാണ് അവിടെയുള്ളത്. ABVPയും യുവമോർച്ചയും മാത്രമാണ് ആ സമരത്തിന് പിന്തുണയുമായിട്ടുള്ളത്. യുവമോർച്ച കേരളത്തിൽ കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് തെരുവീതികൾ സമരവീഥികളാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഈ പാവപ്പെട്ട യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് യുവാക്കളും യുവതികളും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുട്ടിനഴിയുകയാണ്. 8 കണക്കിന് സർട്ടിഫിക്കറ്റുകൾ വെച്ച് PSC റാങ്ക് ഹോൾഡേഴ്സിലെ 1ാം റാങ്കും 2ാം റാങ്കും 5ാം റാങ്കും കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ മുട്ടിനിഴയുന്നു സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. ഈ യുവാക്കൾ മണ്ണു തിന്നുന്നു, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇരുന്ന് മണ്ണു തിന്നുന്നു, പുല്ലു തിന്നുന്നു. ഇതൊക്കെ ഈ കേരളം കാണുന്നില്ലേ? മണ്ണു തിന്നുന്ന, പുല്ലു തിന്നുന്ന, മുട്ടിനിഴയുന്ന ആ പാവപ്പെട്ട കേരളത്തിൽ അഭ്യസ്തവിദ്യനായിട്ടുള്ള യുവാവിനോട് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള ജനാധിപത്യ മര്യാദ പോലുമില്ലാത്ത ഇവിടുത്തെ കോൺഗ്രസുകാരൻ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ പോയിട്ട് നീറ്റിന്റെ സമരത്തിൽ പങ്കെടുത്തിരിക്കുക. ഇവിടെയുള്ള DYFI കോലങ്ങൾ ഡൽഹിയിൽ ചെന്ന് സമരത്തിൽ പങ്കെടുക്കുക. ഇതാണ് നീതികേട്, ഇതാണ് അനീതി, ഇതാണ് അങ്ങേയറ്റത്തെ ഹിപ്പോക്രസി. ഈ രീതിയിൽ ഈ നാട്ടിൽ ഇവിടെ കിടക്കുന്ന പ്രശ്നങ്ങളൊന്നും അവർ കാണില്ല. അവർ ഡൽഹിയിലുള്ള വിഷയങ്ങൾ മാത്രമേ കാണൂ. ഈ നാട്ടിലുള്ള വിഷയങ്ങൾ അവർക്കൊരു വിഷയമല്ല. ആശാ വർക്കേഴ്സിന്റെ വിഷയമല്ല. ഇവിടെ തന്നെ അംഗനവാടി ജീവനക്കാരുടെ വിഷയമല്ല. അതുപോലെ തന്നെ ഇവിടത്തെ യുവാക്കളുടെ വിഷയമല്ല. ഈ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഈ കേരളത്തിലെ യുവതയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനിഷിദ്ധമാർന്ന സമരമുഖങ്ങൾ ഈ കേരളത്തിൽ തുറക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും ജനതാ യുവമോർച്ചയും തീരുമാനിച്ചിരിക്കുക. ഈ കേരളത്തിലുള്ള മുഴുവൻ അഭ്യസ്തവിദ്യനായിട്ടുള്ള യുവാവിനും അന്തസ്സുറ്റ ജോലി ഈ ജനിച്ചു വീണ കേരളത്തിൽ കിട്ടണമെന്നുള്ളതാണ് വികസിത കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം. ഈ കേരളത്തിലുള്ള ഓരോ യുവാവിനും അന്തസ്സുറ്റ ജോലി കേരളത്തിൽ ലഭിക്കണം. അതിനുവേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് VD സതീശൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഡൽഹിയിൽ ചെന്ന് സമരാഭാസം കാണിച്ച് ഇവിടെ കയ്യടി വാങ്ങാമെന്നുള്ള നിങ്ങളുടെ പരമ്പരാഗത രീതി ഇനി നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും സമരം നടക്കുകയാണ്. ഈ ആമ്പാറ്റകളെ ഒന്നും ജാർഖണ്ഡിൽ 10,000 പങ്കെടുക്കുന്ന വൻപിച്ച ലാത്തി ചാർജുകൾ നടന്ന് അവിടുത്തെ യുവാക്കൾ ഇന്ന് മരണാസനസ്ഥരായിട്ടുള്ള യുവാക്കൾ ആ ജാർഖണ്ഡിൽ നടക്കുന്ന സമര പോരാട്ടത്തിൽ അവിടെയുണ്ട്. ഒരു ഇയാമ്പാറ്റയെയും ഒരു രാഹുൽ ഗാന്ധിയെയും ഒരു DYFI നേതാവിനെയും ജാർഖണ്ഡിലെ റാഞ്ചിയിലേക്ക് കണ്ടില്ല. കർണാടകയിൽ 100 കണക്കിന് വരുന്ന യുവാക്കൾ സമരരംഗത്ത്. അവിടുത്തെ PSCയുടെ അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ റാങ്ക് ലിസ്റ്റ് ചോർന്നതിനെ തുടർന്ന് ജാർഖണ്ഡിൽ മാർക്ക് കുംഭകോണം നടത്തിയതിന്റെ പേരിൽ പഞ്ചാബിൽ സമരത്തിലാണ്. ഇവിടെയൊന്നും ഈ അമ്പാറ്റികളെ എന്താ കാണാത്തത്? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല? എന്തുകൊണ്ട് DYFI-കാരനെ കാണുന്നില്ല? എന്താ ഇതൊന്നും കാണാത്തതിന് ഉത്തരം പറയാനുണ്ടോ? ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ഉത്തരമുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം യുവാക്കളുടെ പ്രശ്നമായിരുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം നീറ്റ് വിദ്യാർത്ഥികളുടെ വിഷയമായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ പരീക്ഷ സമരം തീർന്നിട്ട് ബാർ ഹോട്ടലിൽ ചെന്ന് ആഭാസ നൃത്തമാടുമായിരുന്നോ? 20 പേർ മരിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നീറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത 20 കുഞ്ഞുങ്ങൾ മരിച്ചു വീണത് കൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് വന്നത് എന്ന് പറയുന്ന ഇവിടത്തെ ഈ പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കുന്നു. അവർക്ക് കൂട്ടുനിന്ന DYFI-കാരനോട് ഞങ്ങൾ ചോദിക്കുന്നു, ആ സമരം തീർന്ന ദിവസം എന്തിനാണ് പഞ്ചനക്ഷത്ര ബാർ ഹോട്ടലിൽ ചെന്ന് ആഭാസ നൃത്തമാടിയത്? ആ കുട്ടികളുടെ ആത്മാവിന് ശാന്തിക്ക് വേണ്ടിയായിരുന്നോ? ഞങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇവരുടെ സമരത്തിന്റെ ലക്ഷ്യം ഈ രാജ്യത്തിലെ കുഞ്ഞുങ്ങളുടെ വിഷയം പരിഹരിക്കലല്ല.
ഇവരുടെ സമരത്തിന്റെ ലക്ഷ്യം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഷയം പരിഹരിക്കലല്ല. ഇവരുടെ സമരത്തിന്റെ ലക്ഷ്യം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കലാണ്, ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കലാണ്, ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കലാണ്. ഇവരുടെ പിന്നിൽ രാജ്യദ്രോഹികളാണ്, രാജ്യദ്രോഹ ശക്തികളാണ് എന്ന് തെളിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യയല്ല. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യയാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യയല്ല. 25 കോടി വരുന്ന ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗങ്ങൾ ദരിദ്രരേഖയ്ക്ക് മുകളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ഇന്ത്യയാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ. ഈ രാജ്യത്തിലെ 98% ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ച ഇന്ത്യയാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ. ഈ രാജ്യത്തിലെ 97% സ്ഥലങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിച്ച ഇന്ത്യയാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ. ഈ രാജ്യത്ത് റെയിൽവേ രംഗത്ത് അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിച്ച പുതിയ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്ത് റോഡ് ഗതാഗത രംഗത്ത് അത്ഭുതാവഹമായിട്ടുള്ള കരുത്ത് തെളിയിച്ച പുതിയ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇറക്കുമതി നിർത്തി കയറ്റുമതി ചെയ്യുന്ന പുതിയ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാർഷിക സ്വയം പര്യാപ്തതയാർജിച്ച പുതിയ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യം സമ്പൂർണമായിട്ടും സ്വാഭിമാനത്തിന്റെ രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാവലംബിയായിട്ടുള്ള ഭാരതമായിട്ട് മാറിയിരിക്കുന്നു. സ്വാശ്രയത്വത്തിന്റെ ഭാരതമായിട്ട് മാറിയിരിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്ന അത്യുജ്വലമാർന്ന മുദ്രാവാക്യമാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിന്റെ മുദ്രാവാക്യമായിട്ട് ഉയർത്തുന്നത്. 1947 ഓഗസ്റ്റ് 15 കിട്ടിയ സ്വാതന്ത്ര്യം അതിന്റെ 100ാം പുലരി 2047 ഓഗസ്റ്റ് 15 ആഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ ലോകത്തിലെ ഒരു വികസിത രാജ്യമാകുമെന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിലെ 140 കോടി ജനതയുടെ മുമ്പിൽ ജാതി മത രാഷ്ട്രീയ പ്രാദേശിക ഭേദങ്ങൾക്ക് പുറത്ത് നൽകിയിരിക്കുന്നത്. 2047 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യമായി ഞാൻ ജീവിക്കുന്ന രാജ്യം മാറും. നമ്മളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന രാജ്യം മാറും. അമേരിക്കയേക്കാൾ, ജർമ്മനിയേക്കാൾ, ഫ്രാൻസിനേക്കാൾ, ഇംഗ്ലണ്ടിനേക്കാൾ, സർവ്വതിനേക്കാൾ കരുത്തുറ്റ ഭൂമിയായിട്ട് നമ്മുടെ രാജ്യം മാറും. അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക്, ഒരു വികസിത രാജ്യം എന്ന ഉജ്ജ്വലമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ രാജ്യം പ്രവേശിച്ചാൽ എനിക്കും നിങ്ങൾക്കും എന്താണ് ഗുണം? നെയ്യാറ്റിൻകരക്കാർക്ക് എന്താണ് ഗുണം? അതിയന്നൂർക്കാർക്ക് എന്താണ് ഗുണം? പൂവാറുകാർക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിന്റെ 15 ഇരട്ടി സാമ്പത്തിക ശക്തിയും ഒക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഒരു വികസിത രാജ്യമാകുമ്പോൾ ഒരു സാധാരണക്കാരനുള്ള ഗുണം. ആ തലത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമം, ഈ പരിശ്രമത്തെ തളയ്ക്കാൻ, ഈ പരിശ്രമത്തെ തകർക്കാൻ ഒട്ടനവധി പേക്കോലങ്ങൾ ആടിത്തുടങ്ങിയിരിക്കുന്നു. ഈ പേക്കോലങ്ങളുടെ പിന്നിൽ രാജ്യദ്രോഹികളുണ്ട്, വിഘടനവാദികളുണ്ട്, ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അമേരിക്കയുണ്ട്. കാരണം ഇന്ത്യ എല്ലാവർക്കും വെല്ലുവിളിയാണ്. ആഗോള സാഹചര്യങ്ങളിൽ ഇന്ത്യ ആരോടുമൊപ്പമില്ല. എന്നാൽ ഇന്ത്യയുടെ നേട്ടം എവിടെയാണോ അവിടെയാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ വിദേശ നയം. ചേരാ നയം എന്ന് പറഞ്ഞ കൊയമ്പൻ നയമൊന്നും ഇന്ന് ഇന്ത്യക്കില്ല. ഏത് ചേരിയിലാണോ ഇന്ത്യക്ക് ഗുണം ആ ചേരിയിലാണ് ഇന്ത്യ. അതേ സമയത്ത് യുദ്ധം ചെയ്യാൻ അനുവദിക്കില്ല. യുദ്ധം ചെയ്യുന്നവരെ 2 കക്ഷിക്കുമെതിരെ ഇന്ത്യ നിലനിൽക്കും. അങ്ങനെ ഇന്ത്യയുടെ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് അതിന്റെ നിലപാടുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന പുതിയ ഭാരതമാണ് ഇന്ന് ലോകത്തുള്ളത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും പോലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച്, ഒരു സാധാരണക്കാരിയുടെ മകനായിട്ട് ജനിച്ച്, ഒരു ചായക്കച്ചവടം നടത്തി ജീവിച്ച ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിലെ 142 കോടി ജനതയുടെ മുഖ്യ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ലോകത്ത് മുഴുവൻ കിട്ടുന്ന അംഗീകാരം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ മിടുക്ക് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വികസനമാണ്.
അദ്ദേഹത്തിന് ലോകത്തെ 34 രാഷ്ട്രങ്ങളുടെ പരമോന്നത ബഹുമതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കിട്ടി. ലോകത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്രയും ബഹുമതികൾ, മുസ്ലിം രാജ്യങ്ങളുടെ മുഴുവൻ ബഹുമതികൾ നരേന്ദ്രമോദിക്ക് കിട്ടി. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുടെ മുഴുവൻ ബഹുമതികൾ നരേന്ദ്രമോദിക്ക് കിട്ടി. ജനാധിപത്യ രാജ്യങ്ങളുടെ ബഹുമതി നരേന്ദ്രമോദിക്ക് കിട്ടി. എന്താ കാരണം? 25 കോടി പാവങ്ങളെ ദരിദ്രമുക്തമാക്കിയത്. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന് 4.5 കോടി വരുന്ന പാവപ്പെട്ടവന് വീട് വെച്ച് നൽകിയതിന്, ഈ രാജ്യത്തിലെ ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം എത്തിച്ചതിന്, ഈ രാജ്യത്തിലെ കുടിലുകളിലേക്ക് പാചകവാതക സിലിണ്ടർ എത്തിച്ചതിന്, ഈ രാജ്യത്തിലെ സാധാരണക്കാരൻ ബാങ്കിൽ കയറാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസുകാരൻ ആട്ടി ദൂരേക്ക് നിർത്തിയ ദരിദ്രനാരായണന്മാരോട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങൂ, നിങ്ങൾക്ക് ബാങ്കിൽ കയറാമെന്ന് പ്രഖ്യാപിച്ചതിന്, അതൊക്കെ ചെയ്ത് ഇവിടത്തെ സാധാരണക്കാരുടെ, അശരണരുടെ, സാധാരണ നിരാശ്രയരുടെ മുഴുവൻ തന്നെ പ്രതീകമായിട്ട് നരേന്ദ്രമോദി മാറിയപ്പോൾ അദ്ദേഹം ആഗോള നേതാവായിട്ട് മാറി. ആ ആഗോള നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഈ രാജ്യത്തിലെ 140 കോടി ജനതയുടെയും അഭിമാനമാണ്. ആ മുന്നേറ്റം ഇനിയും ഞങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ആ മുന്നേറ്റത്തെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, അനുവദിക്കില്ല. അങ്ങനെ തടയാമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും വന്നാൽ നശിപ്പിക്കും, മുച്ചൂടും നശിപ്പിക്കും. അതാണ് ഈ രാജ്യത്തിന്റെ പുതിയ കരുത്ത്. പ്രിയപ്പെട്ടവരെ, ആ കരുത്തുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മുസ്ലിം ലീഗിന് തീറെഴുതി കൊടുത്തിരിക്കുന്ന നാടല്ല കേരളമെന്ന് തെളിയിക്കണം. ഇവിടത്തെ സവർക്കർ ഉൾപ്പെടെയുള്ള ദേശാഭിമാനികൾ അപകീർത്തിപ്പെടുത്തി രാജ്യദ്രോഹികളായിട്ടുള്ളവരെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സംസ്കാരത്തിനെതിരായിട്ട് ഈ കേരളത്തിൽ പ്രവർത്തിക്കണം. കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന വി.ഡി. സതീശൻ കേരളത്തിലെ ഇവിടത്തെ MLA-മാർ, കോൺഗ്രസിന്റെ MLA-മാർ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയല്ല. വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയല്ല. ഹൈക്കമാൻഡിന് വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. കേരളത്തിൽ നിന്ന് കൈപ്പത്തി ജയിച്ച MLA-മാർക്ക് വേണ്ടാത്ത സാധനമാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണം, മുസ്ലിം ലീഗിന് വേണം. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം കസേര കിട്ടിയ ഒരാളാണ് ഈ കേരളം വാഴുന്ന വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ അസംബ്ലിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഈ കേരളത്തിന്റെ മുൻ KPCC പ്രസിഡന്റും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന രമേശ് ചെന്നിത്തലയുമല്ല. അവിടെ ഇരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാ. ഈ രാജ്യത്ത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാകിസ്ഥാനും ഇന്ത്യയും എന്ന രീതിയിൽ വെട്ടിവിഭജിച്ച മുസ്ലിം ലീഗിന്റെ അവശേഷിപ്പായിട്ടുള്ള കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വലത് കസേരയിൽ ഇരിക്കുന്ന പുതിയ കേരളമാണിത്. ഇത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന കേരളമാണ്, ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്ന കേരളമാണ്. ഈ കേരളം ജനാധിപത്യത്തിന്റെ കേരളമായിട്ട് മാറണം, മതേതരത്വത്തിന്റെ കേരളമായിട്ട് മാറണം, ദേശീയതയുടെ കേരളമായിട്ട് മാറണം. അത് മാറ്റാൻ സാധിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. വികസിത കേരളം എന്ന ഉജ്ജ്വല മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയോട് പറയുന്നു, ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഈ കേരളത്തിന്റെ ഉയർച്ചയും ഉത്കർഷയും ഉന്നതിയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നരേന്ദ്രമോദി ഈ രാജ്യത്തിനുണ്ടാക്കുന്ന വികസനം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്തസ്സുള്ള ജോലി കേരളത്തിൽ തന്നെ ലഭ്യമാക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളവും ഭരിക്കണം. ഇന്ന് ഇന്ത്യയിൽ 4 സംസ്ഥാനങ്ങൾ മാത്രമേ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളായിട്ടുള്ളൂ. അതിലൊന്ന് കേരളമാണ്. കേരളത്തിൽ ഇന്ന് മാറ്റത്തിന്റെ അലയൊലികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു MP-യെ ജയിപ്പിക്കാൻ സാധിച്ചു. ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു MP-യാണ്, ഭാരതീയ ജനതാ പാർട്ടിക്കും ഒരു MP-യാണ്. അങ്ങനെ 2024 നമ്മളും കമ്മ്യൂണിസ്റ്റുകാരും ഒരേ നിലവാരത്തിലായി. ഈ കേരളത്തിൽ കഴിഞ്ഞ 45 വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാരനും ഒരു MP, BJP-ക്കും ഒരു MP. 2025 ആയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി 45 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ കയ്യിൽ വെച്ചിരുന്ന തിരുവനന്തപുരം പിടിച്ചെടുത്തു.
എങ്ങനെ 25 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചിരുന്ന ത്രിപുര പിടിച്ചെടുത്തതുപോലെ, 35 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ വെച്ചിരുന്ന ബംഗാൾ പിടിച്ചെടുത്തതുപോലെ, 45 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ വെച്ചിരുന്ന തിരുവനന്തപുരവും നമ്മൾ പിടിച്ചെടുത്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അനന്തപുരിയിൽ വാഴുകയാണ്. താമരയാങ്കിത ഹരിതകായി പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്ന് കേരളത്തിൽ 2000-ൽ പരം വരുന്ന ജനപ്രതിനിധികൾ താമര ചിഹ്നത്തിൽ ജയിച്ചവരായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അശ്വമേധം ആരംഭിച്ചിരിക്കുകയാണ്. അന്നാരംഭിച്ച അശ്വമേധം 2026 അസംബ്ലി തെരഞ്ഞെടുപ്പായപ്പോൾ 3 MLA-മാരെ ഡബിൾ ലോക്കിട്ട് പൂട്ടിയ പിണറായി വിജയനും VD സതീശനും ചേർന്ന് ഡബിൾ ലോക്കിട്ട് പൂട്ടിയ ഈ കേരളത്തിലെ BJP-യെ ഡബിൾ ലോക്കിട്ട് പൂട്ടുമെന്ന് പ്രഖ്യാപിച്ച VD സതീശനെയും പിണറായി വിജയനെയും നമുക്കറിയാം. അവർ രണ്ടുപേരും ചേർന്ന് പൂട്ടിയ പൂട്ടിനെ ഈ കേരളത്തിലെ ജനത പൊട്ടിച്ചു ദൂരേക്കെറിഞ്ഞിട്ട് 3 താമരകൾ കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് ഉയർത്തി കാണിച്ച അഭിമാനം, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാവിയുടെ വൈജയന്തിയാണ്. ഭാവിയുടെ വൈജയന്തിയാണ്. ഈ കേരളത്തിന്റെ അസംബ്ലിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു BJP-കാരന് മത്സരിക്കാനുള്ള യോഗ്യത നൽകിയ കേരളത്തിനോട് BJP-ക്ക് നന്ദിയുണ്ട്, നന്ദിയുണ്ട്, നന്ദിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ 3 സീറ്റ് നേടി. ആ 3 സീറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തെന്നറിയോ? 1953-ൽ ജനസംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതീയ ജനസംഘം ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഇന്ത്യയിൽ ഭാരതീയ ജനസംഘത്തിന് കിട്ടിയത് 3. ഇത് പറഞ്ഞത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കേരളത്തിൽ നിന്ന് ജയിച്ച പഞ്ചായത്ത് മെമ്പർമാരെയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരെയും കൊണ്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോയിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് സാക്ഷാൽ നരേന്ദ്രമോദി പറഞ്ഞതാ, തിരുവനന്തപുരത്ത് നമുക്ക് ഭരണം കിട്ടിയത് ഒരു ചരിത്രപരമായിട്ടുള്ള 1996-ൽ അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗുജറാത്തിൽ ഞങ്ങളുടെ വിജയരഥം ഓടിച്ചു തുടങ്ങിയത്. അതുപോലെ 2026-ൽ നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു. ഇനി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാരത്തിന്റെ നാളുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മളോട് പറഞ്ഞത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. വരുന്ന 1000 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിലേക്ക് എത്തുക എന്ന രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നേറുന്നത്. നഷ്ടപ്പെട്ടു കമ്മ്യൂണിസം എന്നുള്ളത് എന്നേക്കുമായിട്ട് ചത്തൊടുങ്ങിയിരിക്കുന്നു. കമ്മ്യൂണിസം ചത്തുകഴിഞ്ഞാൽ പിന്നെ പുനർജനിച്ചിട്ടില്ല. ബംഗാളിൽ പുനർജനിച്ചിട്ടില്ല, ത്രിപുരയിൽ പുനർജനിച്ചിട്ടില്ല, തിരുവനന്തപുരത്തും ഇനി പുനർജനിക്കാൻ പോകുന്നില്ല, കേരളത്തിലും ഇനി കമ്മ്യൂണിസം ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അടിമകളായിട്ട് അതപ്പതിച്ചിരിക്കുന്നു. ഈ കോൺഗ്രസിന് ഇനി ഈ നാട്ടിലെ ദേശീയവാദികളായിട്ടുള്ള ജനത, മതേതരവാദികളായിട്ടുള്ള ജനത കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇനി കേരളത്തിൽ ദേശീയതയുടെ ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തി നരേന്ദ്രമോദി രാജ്യത്ത് സൃഷ്ടിക്കുന്ന അഭിമാനകരമായിട്ടുള്ള വികസനത്തിന്റെ മഹാമന്ത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കേരളത്തിന്റെ വികസനം ഉറപ്പാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ എന്ന ആ ഉജ്ജ്വലമായ സന്ദേശം ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി കേരളത്തിലെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ജനങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആ രീതിയിലേക്കുള്ള മാറ്റം കേരളത്തിൽ സാധ്യമാണ്, സാധ്യമായി തുടങ്ങിയിരിക്കുന്നു. കേരളവും മാറും, മാറാത്തതിന് തയ്യാറാകൂ. ഈ രാജ്യത്തിന്റെ പവിത്രമാർന്ന പാരമ്പര്യവും രാജ്യത്തിനോടുള്ള അനുഭൂതിയും രാജ്യത്തിനോടുള്ള സ്നേഹവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്രയ്ക്ക് എന്നും കരുത്തു പകർന്നിട്ടുള്ളതെങ്കിൽ ആ കരുത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം ഞങ്ങൾ ഇതാ രാജ്യത്തിന്റെ സംസ്കാരത്തെ ആദരിക്കുന്നു, രാജ്യത്തിന്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നു, രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ ക്ഷേമം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നു. ആ മുദ്രാവാക്യത്തെ അംഗീകരിക്കൂ, ആശീർവദിക്കൂ എന്ന് പറഞ്ഞ് ഇന്ന് നെയ്യാറ്റിൻകരയിൽ നടത്തിയ മനോഹരമായിട്ടുള്ള ഈ തിരങ്ക യാത്ര
ഈ നെയ്യാറ്റിൻകരയുടെ ഹൃദയവീതിയിലൂടെ കടന്നു വന്ന തിരങ്ക യാത്ര നെയ്യാറ്റിൻകരയിൽ ഒരു പുതിയ പരിവർത്തനത്തിന്റെ ചാലകത സൃഷ്ടിച്ചു മുന്നേറിയ യാത്രയാണ്. ആ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ കരുത്തരായിട്ടുള്ള മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ പേരിൽ ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബോലോ ഭാരത്